1914 ജൂലൈ 28 ആരംഭിച്ച് 1918 നവംബർ 11 അവസാനിച്ച ഒന്നാം ലോക മഹായുദ്ധം ചരിത്രത്തിൽ വലിയ പ്രത്യാഘാതം സൃഷ്ടിച്ച യുദ്ധങ്ങളിലൊന്നാണ്. യൂറോപ്പിനെ കേന്ദ്രമാക്കി നടന്ന ഈ യുദ്ധം ആഗോളതലത്തിൽ വലിയ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക മാറ്റങ്ങൾ ഉണ്ടാക്കി. ഏകദേശം 90 ലക്ഷത്തിലധികം സൈനികരും 70 ലക്ഷത്തിലധികം സാധാരണക്കാരും ഈ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെടുത്തി. യുദ്ധത്തിൽ ലോകം 2 പ്രധാന കക്ഷികളായി വിഭജിക്കപ്പെട്ടു. ഒന്നായി ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ഇറ്റലി, അമേരിക്ക എന്നിവ ചേർന്ന് രൂപീകരിച്ച സഖ്യശക്തികൾ. മറുവശത്ത് ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ബൾഗേറിയ, ഒട്ടോമൻ സാമ്രാജ്യം എന്നിവ ചേർന്ന കേന്ദ്രീയ ശക്തികൾ. ആരംഭത്തിൽ ഇറ്റലി കേന്ദ്രീയ ശക്തികളോട് ചേർന്നിരുന്നെങ്കിലും പിന്നീട് സഖ്യശക്തികൾക്കൊപ്പം നിലകൊണ്ടു. അതേപോലെ ജപ്പാനും അമേരിക്കയും സഖ്യശക്തികളുടെ ഭാഗമായപ്പോൾ ഒട്ടോമൻ സാമ്രാജ്യവും ബൾഗേറിയയും തുടർച്ചയായി കേന്ദ്രീയ ശക്തികളെ പിന്തുണച്ചു. ഈ യുദ്ധം ആരംഭിക്കാൻ കാരണമായ പ്രധാന സംഭവങ്ങളിലൊന്ന് 1914 ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് യുഗോസ്ലാവിയൻ ദേശീയവാദിയായ ഗവ്രിലോ പ്രിൻസിപ്പിനാൽ സരാജോവോയിൽ വെച്ച് വധിക്കപ്പെട്ടതായിരുന്നു. ഈ വധം യൂറോപ്പിലുടനീളം വലിയ സംഘർഷങ്ങൾക്ക് വഴിതെളിച്ചു. ഇതോടെ പരസ്പര ധാരണകൾ നിലനിർത്തിയിരുന്ന രാജ്യങ്ങൾ യുദ്ധം ആരംഭിക്കുകയായിരുന്നു. ഈ യുദ്ധം പുതിയ സാങ്കേതികത്വങ്ങളുടെ പരീക്ഷണ സ്ഥലം കൂടിയായിരുന്നു. ടാങ്കുകൾ, യുദ്ധവിമാനങ്ങൾ, ഗ്യാസ് ആക്രമണങ്ങൾ തുടങ്ങിയവ ആദ്യമായി ഉപയോഗിച്ചതും ഇതേ യുദ്ധത്തിനിടയിലായിരുന്നു. വ്യാവസായിക വികസനവും സാങ്കേതിക പുരോഗതികളും യുദ്ധത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും ഇതിനെ കൂടുതൽ ദാരുണമാക്കുകയും ചെയ്തു. 1918 നവംബർ 11 യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു. തുടർന്ന് 1919 ഒപ്പുവെച്ച വെഴ്സായ് ഉടമ്പടി ഇതിൻ്റെ ഔദ്യോഗികമായ അന്ത്യം കുറിച്ചു. യുദ്ധം അവസാനിച്ചതോടെ ലോക ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഓസ്ട്രിയ ഹംഗറി, ജർമ്മനി, ഒട്ടോമൻ സാമ്രാജ്യം, റഷ്യ എന്നിവ തകർന്നു. ജർമ്മനിക്ക് വലിയ തോതിൽ ശക്തി നഷ്ടപ്പെട്ടു. അതോടൊപ്പം അതിർത്തികൾ പുതുക്കി നിർണ്ണയിക്കപ്പെടുകയും ചെയ്തു. പുതിയ രാജ്യങ്ങളായ ചെക്കോസ്ലോവാക്യ, യുഗോസ്ലോവാക്യ, പോളണ്ട് എന്നിവ രൂപം കൊള്ളുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധം വെറും ഒരു യുദ്ധം മാത്രമല്ല, അത് ആഗോളതലത്തിൽ ഒരു പുതിയ ചരിത്രത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു. നെപ്പോളിയൻ കാലഘട്ടത്തിൽ ആരംഭിച്ച നയങ്ങളും 19-ാം നൂറ്റാണ്ടിൻ്റെ ദേശീയ പ്രസ്ഥാനങ്ങളും ഇതിൻ്റെ ഫലമായി അപ്രസക്തമായി. എന്നാൽ യുദ്ധം തീർന്നെങ്കിലും അതിൻ്റെ അനന്തരഫലങ്ങൾ കൂടുതൽ അപകടകരമായിരുന്നു. സാമ്പത്തിക മാന്ദ്യവും രാഷ്ട്രീയ അസ്ഥിരതയും രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമാവുകയും ഇതോടൊപ്പം ലോകം വീണ്ടും ഒരു വലിയ തകർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇത്തരം കൂടുതൽ ചരിത്രപരമായ വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.